ക്രൈസ്തവർ മുഴുവൻ ബി ജെ പിക്ക് അനുകൂലമായി തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നൊക്കെ ഇവിടെ ചിലർ പറയണ കേട്ടു. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? എന്ത് ന്യായത്തിലാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. ക്രിസ്ത്യാനികൾ ബോധമുള്ളവരാണ് എന്നും പറയുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ബോധമുള്ളവരാണെങ്കിൽ ബോധപൂർവ്വം പ്രവർത്തിച്ചോളും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ബി ജെ പി സ്നേഹയാത്ര നടത്തുന്നതിൽ എനിക്ക് യാതൊരു പരാതിയില്ല. ഒരു ജനാധിപത്യ പാർട്ടി എന്ന വിധത്തിൽ എല്ലാ പാർട്ടികളും എല്ലാ സമൂഹങ്ങളോടും മതങ്ങളോടും തുല്യമായ സമീപനവും സ്നേഹത്തിൻ്റേത് യാത്രയുടെ ഒരു സമീപനവും സ്വീകരിക്കുന്നത് സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വേണ്ട എന്നവർ തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ട് വേണ്ട എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കടമയുണ്ട് എന്ന് പറയാം. അതേസമയം സ്നേഹയാത്ര കേരളത്തിലും ഗോവയിലും മാത്രമാണ് നടത്തുന്നത്. ഉത്തരേന്ത്യയിലെ സംസ്ഥാനം ക്രിസ്ത്യാനികളുണ്ട്, അവർ പീഡിപ്പിക്കപ്പെട്ടവരാണ്. അങ്ങോട്ടൊന്നും ഒരിക്കലും ഒരു സ്നേഹയാത്ര നടത്താതെ എന്താണ് നടത്താതിരിക്കുന്നത്, എന്തുകൊണ്ട് നടത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യവും പ്രസക്തമാണ്. അതിനൊന്നും ഒരു ഉത്തരവും ആരും പറയുന്നില്ല. ഇവിടെ എല്ലാം വോട്ടും ഞങ്ങൾ പൂർണ്ണമായി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു എന്ന നിലപാടെടുക്കുന്നത് അത്യന്തം ശോചനീയമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ക്രൈസ്തവർ അവർ സ്വതന്ത്രമായി അവരുടെ കാര്യങ്ങൾ തീരുമാനിച്ചോളും. ക്രൈസ്തവ സഭ ആർക്കും വോട്ട് വിറ്റിട്ടുണ്ടെന്ന് ഈ തോന്നുന്നില്ല. ക്രിസ്ത്യാനികൾ അതിനെ അത് ആ വിധത്തിൽ ഒരു പാർട്ടിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ് എന്ന് പറയാൻ എനിക്ക് കഴിയുള്ളൂ. ഞാനൊരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടല്ല പറയുന്നത്, ഒരു ക്രൈസ്തവനായിട്ടാണ്. എന്തുകൊണ്ടാണ് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഒരു ബി ജെ പി ആളുകൾ ഞാൻ പറഞ്ഞോട്ടെ, ആ സമൂഹങ്ങളിലേക്ക് ഒരിക്കലും, നോർത്ത് ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹങ്ങളിലേക്ക് ഒരിക്കലും സ്നേഹത്തിൻ്റെ ഒരു ദൗത്യവുമായി സ്നേഹയാത്ര നടത്താൻ ആരാണ് അവരെ തടയുന്നത്? എന്താണ് അവർക്ക് പ്രശ്നമുള്ളത്? സമൂഹത്തിൽ എല്ലാവരോടും ഒരുപോലെ സമീപിക്കാനുള്ള ജനാധിപത്യ മര്യാദ എല്ലാവരും കാണിക്കാതെ കുറേ കൂട്ടരെ വെറുക്കുകയും കുറേ കൂട്ടരെ പീഡിപ്പിക്കുകയും കുറേ കൂട്ടരെ കൊല്ലുകയും ചെയ്യുന്ന ആ ഡബിൾ സ്റ്റാൻഡേർഡ് എന്തുകൊണ്ട് എടുക്കുന്നു എന്നെനിക്കറിയില്ല. ഒരു 30 സെക്കൻഡ് എനിക്ക് ഒരു ചോദ്യം പോൾ തേലക്കാട്ടിനോട് ചോദിക്കും. അദ്ദേഹത്തിന് അനുമതി ഉണ്ടെങ്കിൽ ഫാദർ പോൾ തേലക്കാട്ട് അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കണമെന്ന് കെവിൻ പീറ്ററിന് താല്പര്യമുണ്ട്. അങ്ങ് വഴങ്ങുന്നുവോ? കെവിൻ പീറ്റർ കാസയുടെ പ്രതിനിധിയാണ്. കാസ ലോകത്തിലെ എല്ലാ ക്രിസ്ത്യാനികളുടെ സംഘടനയാണെന്ന് പറയാൻ എന്താണ്? ഞാൻ ചോദ്യമല്ലേ ചോദിച്ചോളൂ, അനുമതിയല്ലേ ചോദിച്ചോളൂ അച്ചോ, അത് പറയൂ. ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അച്ഛൻ സ്നേഹവും സമാധാനവും ഒക്കെ പറയുന്ന അച്ഛനല്ലേ ഇവിടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എങ്ങോട്ട് തിരിഞ്ഞു കുർബാന ചൊല്ലണമെന്നതിനെ കുറിച്ചുള്ള സർവ്വ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന നാണമുണ്ടോ അച്ഛന് സഹോദരത്തെയും സ്നേഹത്തെയും കുറിച്ച് സംസാരിക്കാനായിട്ട്? കുർബാന ഇല്ല, പരസ്പര ബഹുമാനത്തോടു കൂടി അല്ലാതെ ഒരു ചർച്ചയിൽ പങ്കെടുക്കരുത്. അച്ഛനെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അച്ഛന് അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ സ്നേഹത്തെ കുറിച്ച് കെവിൻ പീറ്റർ ബഹുമാനത്തോടെ സംസാരിക്കുന്നത് നാണമുണ്ടോ അഭിമാനമുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടല്ല. അതും ഒരു പുരോഹിതനോട് ഏത് ഭാഷയിൽ സംസാരിക്കണമെന്ന് അറിയാത്ത ആളാണോ ക്രിസ്ത്യാനികളുടെ മൊത്ത കച്ചവടം കൊണ്ടിറങ്ങുന്നത്? അഭിമാനമുണ്ടോ ചോദിച്ചില്ല, നാണമുണ്ടോ എന്ന് ചോദിച്ചു. അത് അൺപാർലമെന്ററി വാക്കല്ല, അത് സ്വാഭാവികമായ ഒരു വാക്കാണ്. അല്ല, ഒരു പുരോഹിതനോട് ഏത് ഭാഷയിൽ സംസാരിക്കണം എന്ന് പോലും അറിയാത്തവരാണോ ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ പ്രതിനിധീകരിക്കുന്നത്? ഇന്നലെ പോലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആ ദേവാലയം തുറക്കാതിരിക്കാനായിട്ട് സർവ്വ കുത്തിത്തിരിപ്പിന്റെയും കൂട്ടത്തിൽ നിന്ന ആളാണ് വന്നിട്ട് ഇന്ന് ക്രിസ്ത്യാനികളുടെ ഉത്തരേന്ത്യയിലെ കാര്യം പറഞ്ഞ് സ്നേഹവും സമാധാനവും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാണ്. കണ്ടിന്യൂ. അല്ല, ഒരു വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഒരു ചർച്ച നടക്കുന്നു. നേരത്തെ ശ്രീ വി രാജേഷിന് ഇടയ്ക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. അത് ആ വിഷയത്തിൽ നിർത്തിക്കൊണ്ടാണ് അങ്ങ് ഈ സമയത്ത് അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തിന്റെ അനുമതി ഉണ്ടോ എന്ന് ചോദിച്ച് അങ്ങേക്ക് ഒരു സമയം നേടിത്തരുന്നത് അങ്ങേക്ക് വ്യക്തിപരമായി ചോദിക്കാനുള്ള ഒരു കാര്യം ചോദിക്കാനുള്ള അവസരമായി കാണരുത്. ആ അവസരത്തെ മുതലെടുത്തുകൊണ്ട് ഒരു പുരോഹിതനോട് സംസാരിക്കരുത് എന്ന് പൊതുസമൂഹം വിചാരിക്കുന്ന ഭാഷയിൽ അങ്ങ് അതിനോട് സംസാരിക്കാൻ പറഞ്ഞാൽ അത് അപലപിക്കേണ്ട കാര്യമാണ്. ഇത്രയും നേരം ഈ ചർച്ചയിലുള്ള എല്ലാ പാനലിസ്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എല്ലാ പാനലിസ്റ്റുകളെയും അഭിസംബോധന ചെയ്ത രീതി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ചർച്ചയുടെ രീതി. ഇല്ല, ഞാൻ അതിൽ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല. അദ്ദേഹം എന്റെയും വൈദികൻ തന്നെയാണ്. അച്ചോന്ന് വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ കുർബാന വിഷയം എന്ന് പറഞ്ഞാൽ പൊതുനിരത്തിലും അൾത്താരയിലും കയറി തല്ലുവടിയൊക്കെ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. പോലീസ് ഇടപെട്ട വിഷയം തന്നെയാണ്. അങ്ങേക്ക് അദ്ദേഹത്തിനോട് മറുപടി പറയണമെന്നുണ്ടോ? ഇല്ല, എനിക്ക് താല്പര്യമില്ല. അതാണ് അതിന് ഏറ്റവും നല്ല മറുപടി. ആ പ്രതികരണമാണ് അതിന് ഏറ്റവും നല്ല മറുപടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സ്വീകരിക്കുന്നു തീർച്ചയായിട്ടും. ഒരിടവേള.